ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുട്ടയും ഗോതമ്പ് പൊടിയും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല മസാലയൊക്കെ വരുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചതച്ചിട്ട് തന്നെ ചേർക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. അതും കൂടെ ഏകദേശം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ തക്കാളിയോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എല്ലാം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതും കൂടെ ചേർക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. അതിന് മുമ്പ് കുറച്ച് ഒരു 2 ടീസ്പൂണോളം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ മസാല ഒന്നിങ്ങനെ കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഉപ്പ് ഓവറായിട്ട് പോവണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കൊരു മാവ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇതിലോട്ടൊരു 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കട്ടെ. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ടും എടുക്കാം കേട്ടോ. ഞാനിവിടെ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതുപോലെ കുഴച്ചെടുത്തിട്ട് 4 ബോളുകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് മാവിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു മസാലയിലോട്ട് കറക്റ്റായിട്ട് 4 ബോളേ എനിക്ക് ആവശ്യം വരുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ടുള്ള മാവേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ റൗണ്ടിലോ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു മുട്ട പുഴുങ്ങിയത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഒട്ടി നിന്നോളും. മൈദയുടെ പേസ്റ്റിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഇനി ഇതുപോലെ വെള്ളം ഇവിടെയും കൂടെ ആക്കി കൊടുത്തിട്ട് ഒരു ബോക്സ് പോലെ അങ്ങ് ആക്കിയെടുക്കുക. നമ്മുടെ പപ്സൊക്കെ കഴിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അങ്ങനെ മൊത്തത്തിൽ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കുക. എന്നാലേ മാവൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ. ഏകദേശം 1 മിനിറ്റിൻ്റെ അടുത്താവുന്ന സമയത്ത് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കാനും വേണ്ടി നോക്കുക കേട്ടോ. പിന്നെ ഓയിലും കാര്യങ്ങളൊന്നും കുടിക്കൊന്നുമില്ല. പിന്നെ മസാലയൊന്നും പുറത്തോട്ട് വരിക അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മാവ് ഒരുപാട് ലൂസാവാണ്ട് നോക്കിയാൽ മതി. അങ്ങനെ ഇതിവിടെ
ഏകദേശമൊക്കെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇങ്ങനൊന്ന് ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഇത് തണുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.